ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹോളിവുഡിലെ സസ്പെൻസിന്റെ രാജാവ് മിഡ്നൈറ്റ് ഷ്യാമളന്റെ ത്രില്ലർ മൂവിയായിട്ടുള്ള ട്രാപ്പിനെ കുറിച്ചാണ്. സോ ഷ്യാമള സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദ സിക്സ്ത് സെൻസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് പോലെയുള്ള ട്വിസ്റ്റഡ് ആയിട്ട് മൂവീസ് ആണ്. പക്ഷേ ട്രാപ്പ് ഇത്തിരി ഡിഫറെൻ്റ് ആണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം പ്രോട്ടഗണിസ്റ്റ് ആണ് വില്ലനാണ്. സോ ഇതൊരു റിവേഴ്സ് ത്രില്ലർ ആണ്. ഒരു വലിയ സ്റ്റേഡിയം, ആയിരക്കണക്കിന് ആളുകൾ, ഒരു സൂപ്പർ കൺസേർട്ട്. പക്ഷേ ആ ആഘോഷത്തിനുള്ളിൽ ഒരു ഭീകരമായ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു. പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഒരു വലിയ ട്രാപ്പ്. ലക്ഷ്യം നഗരത്തെ ഭീതിയിലെത്തിയ ഒരു സീരിയൽ കില്ലറെ പിടികൂടുക. പക്ഷെ കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ ഈ സിനിമ നമ്മൾ കാണുന്നത് ആ കില്ലറുടെ കാഴ്ചപ്പാടിൽ നിന്നാണ്. സോ ഇമാജിൻ ചെയ്യൂ, നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഒരു മെഗാ കൺസേർട്ടിന് പോകുന്നു. പക്ഷെ സ്റ്റേഡിയത്തിൽ ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ആ മുഴുവൻ സ്റ്റേഡിയവും ഒരു ട്രാപ്പാണെന്ന്. എന്തിനാണെന്നല്ലേ? ലോകപ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ ബുച്ചർ എന്നൊരു സീരിയൽ കില്ലറിനെ പിടിക്കാൻ വേണ്ടി. ആ കില്ലർ വേറെ ആയിരുന്നില്ല, നമ്മുടെ ഈ പെർഫെക്റ്റ് ഡാഡായിട്ടുള്ള കൂപ്പറാണ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ദ സ്റ്റോറി. സോ കഥ കൂപ്പർ എന്ന ഒരാളോടെ ആരംഭിക്കുന്നത്. അവൻ തന്റെ മകൾ റൈലിയും കൊണ്ട് ഒരു വലിയ പോപ്പ് സ്റ്റാർ ആയിട്ടുള്ള ലേഡി രാവന്റെ കൺസേർട്ടിന് വരുന്നു. മകൾക്ക് ഇത് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. അവൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധികയാണ് ലേഡി രാവന്റെ. ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അച്ഛനോടൊപ്പം കൺസേർട്ടൊക്കെ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റേഡിയം മുഴുവൻ ലൈറ്റുകളും സംഗീതവും ഒക്കെ കൊണ്ട് ഭയങ്കരമായിട്ട് നമുക്കറിയാലോ അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ. പക്ഷേ കൂപ്പറിന്റെ ബിഹേവിയറിൽ അല്പം സ്ട്രേഞ്ച് ആണ്. അവൻ ക്രൗഡിനെയൊക്കെ ശ്രദ്ധിക്കുന്നു, സെക്യൂരിറ്റി ഗാർഡ്സിനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ സ്റ്റേഡിയത്തിന് ചുറ്റും അബ്നോർമലായിട്ടുള്ള ഒരു പോലീസ് പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം അവർ ആ കൺസേർട്ടിന് കയറിയപ്പോൾ മുതലേ നമുക്ക് കാണാൻ പറ്റിയ ഒരു അബ്നോർമലായിട്ടുള്ള ഒരു പോലീസ് പ്രസൻസ് ഉണ്ട്. അപ്പം കുറേ സർവൈലൻസ് ക്യാമറകളുണ്ട്, സ്വാറ്റ് ടീമൊക്കെ ഇങ്ങനെ അവിടെ ഉണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവൻ അതിൽ കുറച്ച് സംശയമൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ കൂപ്പർ എന്ത് ചെയ്തു, ഒരു സ്റ്റേഡിയം വർക്കറിനോട് സംസാരിക്കുന്നുണ്ട്. കാഷ്വൽ കോൺവെർസേഷൻ പോലെ തുടങ്ങി ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ എത്ര പോലീസ്, ഇത്രയും പോലീസ് എന്താണ് എന്നൊക്കെ അവനിങ്ങനെ ആ വർക്കറിനോട് ചോദിക്കുന്നു. അപ്പോൾ അന്നേരമാണ് ഒരു ഷോക്കിംഗ് കാര്യം പറയുന്നത് അയാൾ. ഇന്ന് നടക്കുന്ന കൺസേർട്ട് ഒരു സീക്രട്ട് പോലീസ് ഓപ്പറേഷനാണ്. പോലീസ് ഒരു നൊട്ടോറിയസ് സീരിയൽ കില്ലറിനെ പിടിക്കാൻ ഈ കൺസേർട്ട് ഉപയോഗിക്കുകയാണ്. ആ കില്ലറെ ദ ബുച്ചർ എന്നാണ് വിളിക്കുന്നത്. അവൻ നഗരത്തിൽ പല ആളുകളെയും ക്രൂരമായിട്ട് കൊന്നിട്ടുണ്ട്. പോലീസിന് ഉറപ്പുണ്ട് ഇന്ന് ഈ ക്രൗഡിൽ അവനുണ്ടെന്ന്. അതിനാൽ എല്ലാ എക്സിറ്റിലും പോലീസുണ്ട്, എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പുരുഷനെ പോലും ചെക്ക് ചെയ്യാതെ പുറത്തേക്ക് വിടില്ല എന്നാണ് അവർ ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ വാർത്ത കേട്ടപ്പോൾ കൂപ്പറിന്റെ മുഖമൊക്കെ ആകെ മാറുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ് അവനങ്ങനെ അത് മാറുന്നത്? നമ്മൾ നോർമൽ ഒരു ഇതൊരു സിനിമയുടെ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു അച്ഛനാണെങ്കിലും മകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിലാണെന്ന്. പക്ഷേ അവന് ഭയങ്കരമായിട്ട് നെർവസ് ആവുന്നത്. കാരണം പോലീസ് അന്വേഷിക്കുന്നത് മറ്റാരെയുമല്ല, നമ്മുടെ കൂപ്പർ തന്നെയാണ് ദ ബുച്ചർ. പുറമേ ഒരു ലവിങ് ആയിട്ടുള്ള ഒരു ഫാദർ, പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കോൾഡ് ബ്ലഡഡ് സീരിയൽ കില്ലർ എന്ന് പറയാം. അവർ രണ്ട് മുഖമായിട്ടാണ് ജീവിക്കുന്നത്. ഒരു സൈഡിൽ കുടുംബത്തോടൊപ്പം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ്, മറ്റൊരു സൈഡിൽ ഭീകരമായ കൊലപാതകങ്ങൾ. ഇപ്പോൾ അവന് പോലീസ് ഒരുക്കിയ ഒരു ട്രാപ്പിലാണ്. അവൻ എങ്ങനെയും ഇവിടെ നിന്ന് പുറത്തു കിടക്കണം. സോ ഇവിടെ മുതൽ സിനിമ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ആവുന്നു. കൂപ്പർ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളാണ്. അവൻ പാനിക്കൊന്നും ആവുന്നില്ല. പകരം എന്ത് ചെയ്തു, പോലീസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട്. കൂപ്പർ ഒരു പോലീസ് റേഡിയോ എങ്ങനെയും മോഷ്ടിക്കുന്നുണ്ട്. അതിലൂടെ പോലീസിൻ്റെ സ്ട്രാറ്റജീസ് ഒക്കെ പുള്ളി കേൾക്കുന്നു. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് പോയിന്റ്സ് ഒക്കെ എവിടെയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അവൻ ക്രൗഡിനെയൊക്കെ അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാഫിനെ ആണെങ്കിലും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ചെറിയ വിവരങ്ങൾ പോലും എസ്കേപ്പ് പ്ലാനായിട്ട് അവൻ മാറ്റുന്നുണ്ട്. പക്ഷേ കൂപ്പറിൻ്റെ പ്ലാനിൽ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മകൾ റൈലിയാണ്. റൈലിക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവൾക്ക് അവൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ അവൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനാണ് ഒരു കെയറിംഗ് ആയിട്ടുള്ള അച്ഛനാണ്. സോ അതിനാൽ കൂപ്പർ ഒരു വശത്ത് പോലീസിനെ ഇങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ മാറിപ്പോവും, മറുവശത്താണെന്നുണ്ടെങ്കിൽ മകളെയും കൂടെ സേഫായി സൂക്ഷിക്കണം. സോ ഈ ഇമോഷണൽ ടെൻഷൻ സിനിമയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. കൺസേർട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് സെർച്ച് ടൈറ്റ് ആകുന്നു. സസ്പീഷ്യസ് ആയിട്ട് ഉള്ള ആളുകളെ ഓരോന്നായിട്ട് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഇത്രയും ടൈറ്റായുള്ള സെക്യൂരിറ്റിയിൽ കൂപ്പറിൻ്റെ രക്ഷപ്പെടാനുള്ള ചാൻസസ് ഒക്കെ ഇങ്ങനെ വളരെ കുറയുന്നു. ഒരു സ്റ്റേജ് ആയപ്പം പോലീസ് അവനെ ഓൾമോസ്റ്റ് പിടിക്കാൻ വന്നിരുന്നെങ്കിൽ അവർ ഓരോരുത്തരെ റാൻഡംലി ചെക്ക് ചെയ്യുന്നുണ്ട് ഈ കൺസേർട്ടിൻ്റെ ഇടയിൽ വന്നിട്ട്. അപ്പോൾ അവന് അവിടെ നിന്നൊക്കെ കുറച്ചൊന്ന് ലക്കിൻ്റെ ബേസിൽ അവൻ രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ അവൻ കുറച്ച് ഇൻ്റലിജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെ അവനെ ഓരോ ട്രിക്കൊക്കെ ഉപയോഗിച്ചിട്ട് കുറച്ച് രക്ഷപ്പെട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പോലീസിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രൗഡ് മൂവ്മെൻറ്റിനെയൊക്കെ യൂസ് ചെയ്ത് പോലീസിനെ കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. സോ കൂപ്പറിന് ലാസ്റ്റിൽ മനസ്സിലാകുന്നുണ്ട് പുറത്തേക്കുള്ള ഒരു എല്ലാ വഴിയും പോലീസ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പുള്ളിക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, സ്റ്റേജിൻ്റെ ബാക്കിലൂടെ പുള്ളി എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഇടുന്നു.
പക്ഷേ എങ്ങനെ സ്റ്റേജിൻ്റെ അവിടെ എത്തും? സ്റ്റേജിൻ്റെ അവിടെ ആ കൺസേർട്ടുമായിട്ടുള്ള റിലേറ്റഡ് ആൾക്കാർക്ക് മാത്രമേ അവിടെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഓഡിയൻസായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ബാക്ക് സ്റ്റേജിൻ്റെ അവിടേക്ക് പോകാൻ പറ്റത്തില്ല. കൂപ്പർ എന്ത് ചെയ്തു? റൈലിയെ ഉപയോഗിച്ചിട്ട് അവർ ഈ ലേഡി റാവൻ്റെ കൺസേർട്ടിനകത്ത് വരുന്ന ഒരു പെൺകുട്ടി അവർ ഡ്രീം ഗേളായിട്ട് സെലക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ഡ്രീം ഗേളായിട്ട് റൈലിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇവനാണെങ്കിൽ കുറച്ച് കഥകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ റാവൻ്റെ ടീമിലുള്ള ഒരാളുടെ അടുത്ത് പറയുന്നു. അപ്പോൾ അവൾക്ക് ക്യാൻസർ ഉണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് റിക്കവർ ആയതാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സാഡ് സ്റ്റോറിയൊക്കെ പറയുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് അവർ കുറച്ച് ഇത് ചെയ്തിട്ട് ഇവളെയാണെന്നുണ്ടെങ്കിൽ ഡ്രീം ഗേളായിട്ട് സ്റ്റേജിലേക്ക് വിളിച്ചു വരുന്നത്. അപ്പോൾ ഇവളുടെ കൂടെ ഇവളുടെ അച്ഛനും പോകാമല്ലോ. അപ്പോൾ അങ്ങനെ ബാക്ക് സ്റ്റേജ് ആക്സസ് കിട്ടിയ കൂപ്പർ ലേഡി റാവനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേഡി റാവണും ഈ ഒരു ഫുൾ ഓപ്പറേഷനെ പറ്റിയും ഐഡിയ ഉണ്ട്. എന്തിനാണ് പോലീസിന് അവിടെ ഒരു ട്രാപ്പ് ഉണ്ടാക്കിയേക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ പുള്ളിക്കാരിക്കുണ്ട്. അപ്പം കൺസേർട്ട് കഴിഞ്ഞിട്ട് ലേഡി റാവൻ്റെ ലിമോയിൽ എസ്കേപ്പ് ആകാമെന്നാണ് നമ്മുടെ കൂപ്പർ വിചാരിച്ചത്. പക്ഷേ പുള്ളിക്ക് മനസ്സിലായി ലേഡി റാവൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബാക്ക് സ്റ്റേജിൽ ലൈക്ക് എന്താ പറയുന്നത്, അല്ല ലേഡി റാവൻ്റെ കൂടെ അല്ല, ബാക്ക് സ്റ്റേജിലൂടെ തന്നെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എങ്ങനെയാലും ലേഡി റാവൻ്റെ കൂടെ പുറത്തേക്ക് കടക്കണമെന്ന് നമ്മുടെ കൂപ്പർ വിചാരിക്കുന്നുണ്ട്. അപ്പം ലേഡി റാവൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവില്ലല്ലോ. അപ്പം നമ്മുടെ ആണെങ്കിൽ പുള്ളിയാണെങ്കിൽ ലേഡി റാവൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നുണ്ട്. എന്നിട്ട് പുള്ളിയുടെ ട്രൂ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പുള്ളി പറയുന്നുണ്ട്, ഞാൻ ബുച്ചറാണ്, എന്നെ പുറത്തിറങ്ങാൻ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ഒരു ഹോസ്റ്റേജിനെ കൊല്ലുമെന്ന് പറയുന്നുണ്ട്. ഈ ഹോസ്റ്റേജ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സിനിമ തുടങ്ങുന്ന സമയത്ത് പുള്ളിയുടെ മൊബൈലിൽ ഒരു ആപ്പിന് നോക്കുന്നുണ്ടോ. ആപ്പിൽ നോക്കിക്കഴിയുമ്പോൾ ഒരാളെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഒരു റൂമിലിട്ടേക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ഇയാളെയാണ് കാണിച്ചിട്ട് പറയുന്നത്, ഇയാളെ ഞാൻ കൊല്ലും, നീ എന്നെയാണെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ നമ്മുടെ ലേഡി റാവനെ കുറച്ച് ബുദ്ധിശാലിയൊക്കെയാണ്. അപ്പോൾ അവൾ കൂപ്പറിനെ പറഞ്ഞു, ഓക്കെ ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവരങ്ങനെ റൈലിയും കൂട്ടി പുറത്ത് ലേഡി റാവൻ്റെ ലിമോയിൽ കയറുന്നുണ്ട്. പക്ഷേ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ ലേഡി റാവൻ പറയും കൂപ്പറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഇത് കൊടുക്കും. അതായത് ലേഡി റാവൻ്റെ ഡ്രൈവറാണല്ലോ അവിടെ സീറ്റ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ കൂപ്പറിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ കൂപ്പറിൻ്റെ ഫാമിലിയുടെ മുമ്പിൽ വെച്ചിട്ട് പുള്ളിക്കൊന്നും പറയില്ല. പുള്ളിക്ക് അവിടെ വേറൊരു മുഖമാണല്ലോ. അപ്പോൾ പുള്ളിക്കാൻ്റെ വൈഫും ഈ റൈലിയുടെ അനിയനും അവിടെ ഉണ്ട്. അപ്പം ഇവരാണെങ്കിൽ ലേഡി റാവനെ അവരുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് സോ അങ്ങനെ ഈ കൂപ്പറിൻ്റെ ഫാമിലിയുടെ മുന്നിൽ വെച്ചിട്ട് പുള്ളിയെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ലേഡി റാവൻ ഒരു സ്ട്രാറ്റജി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ നൈസായിട്ട് നമ്മുടെ കൂപ്പറിൻ്റെ ഫോണും കൂപ്പറിൻ്റെ വൈഫിൻ്റെ ഫോണും കൂടെ എടുത്ത് അകത്ത് പോകുന്നു. എന്നിട്ട് ഒരു വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളുടെ കൂപ്പറിൻ്റെ ഫോൺ എടുത്തിട്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആപ്പിൽ വെച്ചിട്ട് ഈ ഹോസ്റ്റേജിനെ കാണിച്ചില്ലേ, അപ്പോൾ ഇതിനകത്തോടെ അയാളോട് സംസാരിക്കുന്നു. അപ്പം ഈ ഹോസ്റ്റേജ് ആയിട്ടുള്ള അപ്പോൾ അയാൾ പറയുന്നത് എനിക്കറിയില്ല എവിടെയാണെന്നുള്ളത്. അപ്പോൾ അവൾ ചോദിക്കുന്നത് എന്തെങ്കിലും അടയാളങ്ങൾ പറയാൻ. അപ്പോൾ അങ്ങനെ അവന് വന്ന വഴിക്ക് വീണ്ടും മുന്നേ ഒരു ലയൻ്റെ തലയോ മറ്റോ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള അടയാളം, പിന്നെ ഒരു ഗ്രൗണ്ട് കണ്ടു എന്നോ മറ്റോ പറയുന്നുണ്ട്. അപ്പോൾ അത് അവളുടെ അടുത്ത് പറയുന്നു. ഇവളെന്ത് ചെയ്തു, ഇവളാണെന്നുണ്ടെങ്കിൽ ഇവൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്നു. ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് ലൈവ് ഇടുന്നു. എന്നിട്ട് അവളുടെ ഫാൻസിനോട് പറയുന്നു, ഇങ്ങനൊരു വീടുണ്ട്, ഇവിടെ ഒരു ഹോസ്റ്റേജ് ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് പോലീസിനെ അറിയിക്കണം, എന്നിട്ട് എങ്ങനെയും രക്ഷപ്പെടുത്തണം, എന്നിട്ട് പെട്ടെന്ന് അറിയിക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് അപ്പോൾ നമ്മളുടെ കൂപ്പറാണ് പുറത്ത് നിന്നിട്ട് ഡോർ ഇട്ടടിക്കും. അപ്പോൾ ഇവൻ്റെ വൈഫും പിള്ളേരൊക്കെ ഇതെന്താ ഇവനിങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവൻ ഭയങ്കരമായിട്ടും ഡോറ് ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞിട്ട് തല്ലി പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഈ അടയാളം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരോ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ വീട് കണ്ടുപിടിച്ച് അതിൻ്റെ അവിടെ നിന്നിട്ട് ആ ഹോസ്റ്റലിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് ഈ ഡോറ് തുറന്ന് അവരുടെ പുറത്തിറങ്ങി. അപ്പോൾ എന്നിട്ട് അപ്പം എന്താ പറയുന്നത്, ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പോലീസ് എത്തിയായിരുന്നു. അപ്പം ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശ്യാമളൻ്റെ സിഗ്നേച്ചറായിട്ടുള്ള ഒരു ട്വിസ്റ്റ് വരുന്നത്. സോ കൂപ്പറിൻ്റെ സീക്രട്ട് എങ്ങനെ പോലീസിന് കിട്ടിയെന്നുള്ളത് സ്ലോലി ഇങ്ങനെ റിവീൽ ആവുന്നുണ്ട്. സോ ബേസിക്കലി അവൻ്റെ ഭാര്യയ്ക്ക് അവനെക്കുറിച്ച് കുറച്ച് സംശയം ഉണ്ടായിരുന്നു. അവൻ്റെ സ്ട്രേഞ്ച് ബിഹേവിയർ അവൾ ഇങ്ങനെ ശ്രദ്ധിച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളാണ് ആ കൺസേർട്ടിൻ്റെ റെസിപ്റ്റിൽ ഒരു മെസ്സേജ് എഴുതി പോലീസിന് കൊടുത്തത്. അതുകൊണ്ടാണ് ഈ കൺസേർട്ടിൽ ഇത്രയും ഇങ്ങനെ പോലീസ് ട്രാപ്പ് വെക്കുന്ന ഈ ഫുൾ ഓപ്പറേഷനും നടന്നത്. ഇപ്പോൾ കൂപ്പർ പൂർണ്ണമായി എക്സ്പോസ്ഡ് ആണ്, അവൻ്റെ ഫാമിലിയുടെ മുമ്പ് എക്സ്പോസ്ഡ് ആണ്. പോലീസ് വന്നു. അപ്പം കൂപ്പർ ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നു, അവൻ പോലീസിനെ ഔട്ട്സ്മാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഈ ടൈം എസ്കേപ്പ് ഇമ്പോസിബിൾ ആണ്. പക്ഷേ പോലീസ് അവനെ ഫൈനലി ഇങ്ങനെ അവനെ പിടിക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മുടെ ബുച്ചർ അവസാനം ട്രാപ്പിലേക്ക് വരുന്നു. അപ്പം ഫൈനൽ സീനിൽ കോപ്പറി പോലീസ് പിടിക്കുന്നുണ്ട്. ഹാൻഡ് കഫ് ചെയ്തിട്ട് പോലീസിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പോകുന്ന വഴിക്ക് പുള്ളിയാണെങ്കിൽ മറ്റേ റൈലിയുടെ ഒരു സൈക്കിൾ പുറത്തിരിപ്പുണ്ട്. അതിനകത്തുനിന്ന് എന്തൊരു പാർട്ട് പുള്ളി ഊരിയെടുത്ത് നൈസായിട്ട്. എന്നിട്ട് വണ്ടിക്കകത്തിരിക്കുമ്പോൾ പുള്ളി ആ സൈക്കിളിൻ്റെ പാർട്ട് യൂസ് ചെയ്തിട്ട് ലോക്ക് ഓപ്പൺ ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് ലോക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് ചിരിക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട് ഐ എം നോട്ട് ഡൺ ഇറ്റ്. സോ മൂവി അവിടെ ആണ് തീരുന്നത്. സോ സിനിമയുടെ അവസാനത്തിൽ ഒരു ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള തോട്ട് നമ്മളുണ്ടാകുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂപ്പർ തൻ്റെ മകൾക്ക് സ്നേഹിക്കുന്ന ഒരു സ്നേഹമയനായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു. പക്ഷേ അതേ മനുഷ്യൻ തന്നെയാണ് ഒരു ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു കില്ലർ. ഈ കോൺട്രാസ്റ്റാണ് ഈ സിനിമയുടെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യൻ്റെ ഡാർക്ക് സൈഡ് എത്ര ഡീപ്ലി അവർക്ക് ഒളിച്ചു വെക്കാൻ കഴിയും, അതാണ് ട്രാപ്പ് എന്ന സിനിമ നമ്മളോട് ചോദിക്കുന്നത്. സോ ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു ടൈറ്റായിട്ടുള്ള ത്രില്ലറാണ്. സോ ലോജിക്കിൽ പലയിടത്തും കുറച്ച് വീഴ്ചകളുണ്ടെങ്കിലും ജോഷ് ഹാർനറ്റിൻ്റെ അഭിനയം അടിപൊളിയാണ്. പുള്ളിക്കാരൻ്റെ അഭിനയം നമ്മളെ ഭയങ്കരമായിട്ട് ത്രില്ലടിപ്പിക്കും. സോ നിങ്ങളിത് ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്യാമളൻ്റെ ട്വിസ്റ്റ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഇവിടെ ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ഇത്തരത്തിലുള്ള ത്രില്ലർ മൂവീസ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.